ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇപ്പോൾ തീവ്രമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ പല രാജ്യങ്ങളും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സുപ്രധാന വാർത്ത പുറത്തുവരികയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പം ചേരാൻ UAE തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അറബ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാൾസ്ട്രീറ്റ് ജേണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ട് വാസ്തവമാണെങ്കിൽ ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ആദ്യ പേർഷ്യൻ ഗൾഫ് രാജ്യം കൂടിയാകും UAE. ബലപ്രയോഗം നടത്തിയാണെങ്കിലും ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നാണ് UAEയുടെ നിലപാടെന്നാണ് നയതന്ത്രജ്ഞർ US-നെ ധരിപ്പിച്ചതെന്ന് റിപ്പോർട്ട് വിശദീകരിക്കുന്നു. US-ലെയും യൂറോപ്പിലെയും ഏഷ്യയിലെയും സൈനിക ശക്തികൾ സംഘടിച്ച് സംയുക്തമായി ഇതിനായി പ്രവർത്തിക്കണമെന്നും UAEയുടെ നിലനിൽപ്പിനും രാജ്യാന്തര സമ്പദ്വ്യവസ്ഥ താഴെ വീഴാതിരിക്കാനും ഹോർമുസ് തുറക്കേണ്ടത് അത്യാവശ്യമാണെന്നും UAE ഉന്നതർ നിലപാടെടുത്തുവെന്നും ഇതിനായി UN സുരക്ഷാ സമിതിയിൽ പ്രമേയം കൊണ്ടുവരാൻ US-നുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ഹോർമുസ് തുറക്കാനുള്ള പോരാട്ടത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ UAEക്ക് കഴിയുമെന്നും കടലിൽ ഇറാൻ വിതറിയ മൈനുകൾ നിർവീര്യമാക്കാൻ സാധിക്കുമെന്നും UAE പറയുന്നു. UAEയിൽ നിന്നും അരനൂറ്റാണ്ട് മുൻപ് ഇറാൻ പിടിച്ചെടുത്ത അബു മുസ ദ്വീപ് US തിരിച്ചു പിടിക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. അതേസമയം യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ഇറാനിയൻ പൗരന്മാർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ UAE വിലക്കേർപ്പെടുത്തിയതായി 3 പ്രമുഖ വിമാന കമ്പനികൾ അറിയിച്ചു. ദീർഘദൂര വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനിയായ ഫ്ലൈ ദുബായും അവരുടെ വെബ്സൈറ്റുകളിൽ ഇക്കാര്യം അറിയിച്ചു. 7 ഷെയ്ഖ് വംശങ്ങളുടെ ഫെഡറേഷനായ ഏകാധിപത്യ UAEയിൽ പ്രവേശന നിയമങ്ങൾ ചിലപ്പോൾ അവ്യക്തമായിരിക്കും. എന്നാൽ എയർലൈനുകളുടെ വെബ്സൈറ്റുകളെല്ലാം ഓർഡർ പ്രദർശിപ്പിച്ചിരുന്നു. രാജ്യത്തെ 10 വർഷത്തെ റെസിഡൻസി പെർമിറ്റായ ഗോൾഡൻ വിസ കൈവശമുള്ളവർക്ക് ഇപ്പോഴും പ്രവേശിക്കാമെന്ന് അതിൽ പറയുന്നു. അധികാരികൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഷായുടെ കാലം മുതലുള്ള നഗര സംസ്ഥാനത്തിലെ 2 സ്ഥാപനങ്ങളായ ദുബായ് നഗരത്തിലെ ഇറാനിയൻ ആശുപത്രിയും ഇറാനിയൻ ക്ലബ്ബും ഇതിനകം അടച്ചുപൂട്ടിയതിനാലാണ് ഈ മാറ്റം. എന്നാൽ യുദ്ധം അവസാനിക്കാറായെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുടെയും പ്രതികരണം. ടെഹ്റാൻ നേതൃത്വവുമായി സംസാരിക്കുകയാണെന്നും വൈകാതെ കരാറിൽ എത്തിച്ചേരാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും റൂബിയോ വ്യക്തമാക്കി. പരമാവധി 3 ആഴ്ച അതിനുള്ളിൽ US സൈന്യം മടങ്ങുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ഡീൽ ഉണ്ടാക്കണമെന്ന് പോലും എനിക്ക് നിർബന്ധമില്ല എന്നും ട്രംപ് പിന്നീട് പ്രതികരിച്ചു. US മുന്നോട്ട് വച്ച 15 പദ്ധതി ഇറാൻ നേരത്തെ തള്ളിയിരുന്നു. അംഗീകരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളാണ് സമാധാന കരാറിനായി മുന്നോട്ട് വച്ചതെന്നും ഇറാനല്ല യുദ്ധം തുടങ്ങിയതെന്നും എന്നാൽ സമാധാനത്തിലെത്തുന്നതിനോട് ഇറാന് വിരോധമില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഒരു ചർച്ചയിലും US-നെ തരുമ്പ് പോലും വിശ്വാസമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാന്റെ ഭരണ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഏറ്റെടുത്തതായി റിപ്പോർട്ട്. ഇറാനിയൻ ഭരണകൂടവും ഇറാനിയൻ സൈനിക നേതൃത്വവും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ പ്രസിഡന്റിനെ പൂർണ്ണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതായും ഭരണ നിയന്ത്രണം IRGC ഏറ്റെടുത്തതായും ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രസിഡൻഷ്യൽ നിയമനങ്ങളും തീരുമാനങ്ങളും IRGC തടയുകയും അധികാര നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തതായാണ് റിപ്പോർട്ട്. ഇതോടെ ഭരണകൂടം കാര്യനിർവഹണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പുതിയ രഹസ്യാന്വേഷണ മന്ത്രിയെ നിയമിക്കാനുള്ള പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ശ്രമങ്ങൾ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പരാജയപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ഹുസൈൻ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളെയും IRGC നിരസിച്ചിരുന്നു. യുദ്ധ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർണായകവും സെൻസിറ്റീവുമായ എല്ലാ നേതൃസ്ഥാനങ്ങളിലേക്കുമുള്ള നിയമനങ്ങൾ വേണമെന്ന നിർബന്ധം പിടിച്ചതായി റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.